ഹായ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഐറ്റം തന്നെ, പക്ഷേ അതിൽ നിന്നൊരു വേറിട്ട് ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. നമ്മൾ വാഴക്കൂമ്പും വൺപയറും ഇട്ട് നമ്മൾ തോരൻ വെക്കാറുണ്ടല്ലോ സാധാരണ അല്ലേ. ആ തോരൻ വെക്കുന്നതിൽ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് തോരൻ വെക്കുന്നതിൽ അടിപൊളി സൂപ്പർ ടേസ്റ്റായിട്ട് നമുക്കിതെങ്ങനെ തോരൻ വെക്കാൻ നോക്കാം. സാധാരണ ഇതെല്ലാവരും തോരൻ വെക്കാറുണ്ട്, നമുക്കതിൽ നിന്നൊന്നും മാറ്റി പിടിക്കാം കേട്ടോ. ഒന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് നോക്കുന്നത്. ഇത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ആദ്യം തലങ്ങും വിലങ്ങും ഇതേപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിതേപോലെ ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വരുന്ന ചേരുവകൾ ഒരു കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ ജീരകമാണ് എടുക്കേണ്ടത്, ചെറിയ ജീരകം എടുക്കരുത്. സാധാരണ കറിക്ക് ഇതുപോലത്തെ തോരൻ വെക്കുമ്പോൾ സാധാരണ ചെറിയ ജീരകമാണ് ഉപയോഗിക്കാറ്. ഇതിലത് നമ്മൾ ചെറിയ ജീരകമല്ല ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട് ചെയ്യുക, അത് വലിയ ജീരകം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ വലിയ ജീരകം ഒരു 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. അപ്പം നമുക്ക് മിക്സിയിലിട്ട് ഒറ്റ കറക്കാം. ഇത് നമ്മൾ മിക്സിയിലിട്ടതാ ഒറ്റ കറക്കട്ടോ. ഇതേപോലെ ഒന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയൊക്കെ വാടി തുടങ്ങിയാലും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇതേപോലെ കൈകൊണ്ട് തിരുമുക. ഇത് നന്നായിട്ട് ഇതേപോലെ തിരുമ്മി എല്ലാം റെഡിയാക്കി ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. ഇനി നമുക്ക് വൻപയർ ഒന്ന് അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ ഒരു 150 ഗ്രാം ഉണക്കപ്പയറാണ് നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നത്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ പയറിൻ്റെ അളവ് നമ്മുടെ വാഴക്കൂമ്പിൻ്റെ അളവിൻ്റെ ആനുപാതികമായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കൂടുകയും കുറയാനും പാടില്ല. കൂടിയിട്ടുണ്ടെങ്കിലും അതൊരു ടേസ്റ്റും വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ആനുപാതികമായിട്ട് നിങ്ങൾ എന്തോരം എടുക്കുന്നത് അതനുസരിച്ച് ചേർക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. നമ്മുടെ പയറിട്ട് കൊടുക്കാം. നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂടി വെച്ച് വയ്ക്കാം. അപ്പോൾ പയർ അവിടെ വേകുമ്പോഴത്തേക്കും നമുക്ക് ഈ വാഴക്കൂമ്പൊന്ന് റെഡിയാക്കി എടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ വാഴക്കൂമ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി തീ വയ്ക്കരുത്. കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്കതൊരു 10 മിനിറ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും നമുക്കൊരു 5 മിനിറ്റ് കൂടി വെക്കാം. നമ്മുടെ പയറൊന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് കുറച്ച് നേരം കൂടെ മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം.
നമ്മളൊന്ന് 2-3 പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഇളക്കി ചിക്കിയിട്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മുടെ പയർ വെന്തെന്ന് നോക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം, വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ. അല്ലെങ്കിൽ ഇത് നമ്മൾ ചോറൊക്കെ വാർക്കും പോലെ ഊറ്റിയെടുത്താലും മതി. ഇപ്പോൾ വീണ്ടും നമുക്ക് ചീനച്ചട്ടി അടുപ്പ് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. നമുക്കൊരു 1/2 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് കുറയ്ക്കുക. ചൂടൊട്ടും ഉണ്ടാകാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചേരുവ ഇടാം കേട്ടോ. 1 സ്പൂൺ മീറ്റ് മസാല, കുറച്ചും കൂടെ കൂട്ടിയിട്ടെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. ഒരു 1.25 സ്പൂൺ ഇട്ടേക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കരിയരുത്. ഇത് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ പയർ ഇതിലേക്കിടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ നമ്മുടെ വാഴക്കൂമ്പ്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും കൂടെ ഇട്ട് കൊടുക്കുക. ശരിക്കൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി കയറ്റാം. ഫ്ലെയിം ഒരു ലേശം കൂട്ടി വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ചിക്കി എടുത്താൽ മതി. നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമില്ല. എന്താ സ്മെല്ല് കേട്ടോ, നല്ല സൂപ്പർ സ്മെല്ലാണ്. നമ്മളൊരു ബീഫ് ഫ്രൈ ഒക്കെ തയ്യാറാക്കിയൊരു ഫീലാണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താ സ്മെല്ല്. അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് പയർ തോരൻ, വെറൈറ്റി തോരനാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഒന്നും പറയാനില്ല. നമ്മൾ ആ മീറ്റ് മസാല ഇട്ടപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഒന്ന് എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഗ്യാരണ്ടി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഒരു സംശയം വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി വ്യത്യസ്തമായ നല്ല ടേസ്റ്റി വിഭവവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ വീഡിയോ ദർശിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം അറിയിക്കട്ടെ. ബൈ. നെക്സ്റ്റ് വീഡിയോ.